ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവർക്കും സുഖമാണെന്നായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്നൊരു വെരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ട് നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ആൻഡ് അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരും. ഓക്കെ, പറഞ്ഞതുപോലെ നമ്മൾ രാവിലെ തന്നെ എണീച്ച് റെഡി ആയിരുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ വീട് ഗീസ്. എൻ്റെ അനിയ അവിടെ നിൽക്കുന്നുണ്ടോ കണ്ട, റെഡി ആയി അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാറൊക്കെ എടുത്ത് ചേട്ടനെ പിക്ക് ചെയ്യാൻ പോയി. സോ ചേട്ടൻ്റെ അച്ഛനുണ്ടായിരുന്നു, അനു ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ നല്ല രാവിലെയൊക്കെ കൂടെ നല്ല വ്യൂ ഒക്കെ ഉണ്ടായി ഗീസ്. ഇങ്ങനെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരണുണ്ടായുള്ളൂ. സോ നമ്മൾ കുറേ നല്ല വീഡിയോസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ചിലപ്പോൾ വീഡിയോയിൽ രസം ഉണ്ടാവില്ല, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഈ തണുപ്പും അതായത് ആ ഒരു മിസ്റ്റൊക്കെ ഉള്ള ഒരു ടൈമാണല്ലോ. അതൊക്കെ ആയി കുറഞ്ഞു വന്ന ഒരു ടൈമായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ നമ്മൾ അവിടെ എത്തി. ആൻഡ് അവിടെ പിന്നെ മറ്റേ ചെക്കിങ്ങും കാര്യങ്ങളും ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ എടുത്ത് നമ്മൾ അകത്ത് കയറി. പിന്നെ നമുക്ക് പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് അധികം ഉണ്ടല്ലോ. അപ്പം നമ്മളവിടെ മറ്റേ സോളാറിൻ്റെ സംഭവങ്ങളൊക്കെ ഇന്ന് കാണുമായിരുന്നു ഗീസ്. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ രണ്ടാമത്തെ തവണ എന്തൊക്കെ പോകുന്നുള്ളൂ. സോ നമ്മളതൊക്കെ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യാൻ ചേട്ടൻ പോയി. പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു, കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഒരു 20-25 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു. പിന്നെ അനുവിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ നമുക്ക് ശരിക്കും കാണാം ഗീസ്. അനുവിൻ്റെ മുഖത്ത് ഞാനതൊക്കെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്കതൊരു നല്ല മൊമെൻറ്റ്സ് ആണല്ലോ. സോ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ടായി ഗീസ്. അതിനൊക്കെ ഞാനൊരു ഫോട്ടോ എടുത്തത്. അതിൻ്റെ മുഖത്തൊരു എക്സൈറ്റ്മെൻറ്റ് കണ്ടു ഗീസ്. കുറേ നേരം അനു നോക്കിയിരുന്നു. പിന്നെ ഞാനും കുറേ നേരം നോക്കി ഗീസ്. ഇതിലൊക്കെ വേണ്ട എൻ്റർടൈൻമെൻറ്റ്, അവിടെ എന്ത് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിട്ടാണ്. പിന്നെ നമ്മൾ മറ്റേ അറൈവൽസിൻ്റെ ഒക്കെ ബോർഡൊക്കെ എടുത്ത് വായിച്ച് കളിക്കുന്നു ഗീസ്. ചേട്ടൻ വന്ന മറ്റേ ഇൻഡിഗോയിലും കണ്ടായിരുന്നു. ലാൻഡ് ചെയ്ത് അതിൽ കാണിക്കണേ 7:01 കണ്ടാണ്. ഞങ്ങളവിടെ ഒരു 8 മണിയൊക്കെ വരെ നിന്നെന്ന് തോന്നണം. പിന്നെ മറ്റേ എല്ലാ സിനിമയിലും കാണിക്കണ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത് ഞാൻ സൂം ചെയ്താണ് ഗീസ്. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചധികം നേരം നിന്നു. അപ്പോൾ ചേട്ടൻ എന്തോ ഒരു പിങ്ക് ഷർട്ട് ഇട്ടാണ് വരണതെന്ന് പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ അതും നോക്കിയിരിക്കുമായിരുന്നു. ഓരോ പാസഞ്ചേഴ്സ് പോകുമ്പോഴും നമ്മളതും ശ്രദ്ധിച്ചിരിക്കുന്നു ഗീസ്. വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ. ആൻഡ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ താരത്തി ഗീസ് ചേട്ടൻ അവിടെ നിന്ന് വരുന്നുണ്ട്. സോ അത് അനുവിന് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഗീസ്. അത് നമുക്കിതിൽ കാണാനുണ്ട്. പിന്നെ ചേട്ടൻ വന്ന് പിന്നെ അവിടെ അഡ്വർടൈസ്മെൻ്റൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് ചേച്ചിമാരിക്കണ്ടേ. സോ ആ പേപ്പറൊക്കെ മേടിച്ചാണ് ചേട്ടൻ വരുന്നത്. ചേട്ടൻ നല്ലോണം ചിരിക്കുന്നുണ്ട് ഗീസ്, കണ്ടില്ലേ? അത് കഴിഞ്ഞ് പിന്നെ അനു ഇവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. ആനന്ദ ഹസ്രമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ വന്ന് മറ്റേ നമ്മൾ സിനിമയിലൊക്കെ കാണണമല്ല, ഇത്ര വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ട സന്തോഷമൊക്കെ ഈ രണ്ടുപേരുടെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മറ്റേ ഡ്രൈവർ ചേട്ടനെ വിളിച്ച് ആ ചേട്ടൻ വന്ന് പിന്നെ നമ്മൾ ലഗേജൊക്കെ എടുത്ത് വെച്ച് പിന്നെ അവിടെ നിന്ന് നമ്മൾ പോന്നപ്പോഴും നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകൾ തന്നെ ഗൈസ് കാണാൻ പോകുന്നു. ബിക്കോസ് വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ. ആ രാവിലത്തെ ഒരു മിസ്റ്റി മൂഡ് അപ്പോഴും സ്റ്റേബിളായിരുന്നു. പിന്നെ നമ്മൾ മറ്റേ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ആ സാധനം നമ്മൾ സെറ്റായിട്ട് പിടിച്ച് ഗീസ്. ഞാനത് നോക്കി ഇടയ്ക്കായിരുന്നു. ടെർമിനൽ 2 അങ്ങാണ്ട് വരുന്നു. ഓക്കെ. സോ അതൊക്കെ നമ്മൾ സെറ്റാക്കി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ വന്ന വ്യൂ ആണ് കാണുന്നത്. പോയ വ്യൂ ആണ് കാണുന്നത് കേസ്. പിന്നെ വീട്ടിലെത്തി അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് ചട്ടം കയറിപ്പോയി. അപ്പോൾ അത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.